ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടോ? അക്കോബയുടെ മെറ്റീരിയൽ ഒരുവിധ ആളുകൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷേ അതിൻ്റെ റേറ്റ് എന്ന് കേൾക്കുമ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും മറ്റുള്ള തുണികളെ അപേക്ഷിച്ചിട്ട്. പക്ഷേ ഇതെനിക്ക് ഈ ഒരു മെറ്റീരിയൽ വാങ്ങിക്കാൻ ആകെ വന്നത് 90 രൂപയാണ് കേട്ടോ. ഇതൊരു 1.5 മീറ്റർ ഉണ്ടാവും. ഈ 1.5 മീറ്ററിന് ഞാൻ കൊടുത്തത് 90 രൂപയാണ്. ഇനി ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്നല്ലേ? ഇവിടെ എടപ്പാളൊരു പരാഗ് ഷോപ്പുണ്ട്. ആ പരാഗിൽ പോയേക്കുമ്പോൾ അവർ കട്ട് പീസിലേക്ക് മാറ്റിയിട്ട തുണിയായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ വല്ല ഡാമേജൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരത് കട്ട് പീസിലേക്ക് മാറ്റിയിടും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ആ റേറ്റിൻ്റെ പകുതി അല്ലെങ്കിൽ അവർ അതിനൊരു റേറ്റ് ഇടും, അത് നമ്മൾ കൊടുക്കുക. എന്തായാലും അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഫുള്ള് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇതെനിക്ക് 90 രൂപയ്ക്കാണ് അവർ തന്നത്. ആകെ 90 രൂപ ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡാമേജ് എന്ന് പറയാൻ ഇതിൻ്റെ ചെറിയൊരു ഭാഗത്ത് ഇച്ചിരി ചളി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളതൊന്ന് കഴുകിയിട്ട് നോക്കുമ്പോൾ സംഭവം ഉഷാറായി. ആളുകൾ അങ്ങനെ ചളി കണ്ടാൽ വാങ്ങിച്ചുകൊണ്ട് പോവില്ലല്ലോ. ചെറിയൊരു ഭാഗത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഈ ലൈറ്റ് കളേഴ്സൊക്കെ ഉണ്ടാവില്ലേ, വൈറ്റ്, പിങ്ക്, അങ്ങനത്തെ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ലച്ചുവിന് എന്തെങ്കിലും ഉടുപ്പ് തയ്ക്കാനോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുക. അപ്പോൾ അവളുടെ പരാതി അങ്ങ് തീരും. അവൾക്ക് എപ്പോഴുള്ള പരാതിയാണ്, അമ്മ എല്ലാവർക്കും ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എനിക്കൊന്നും സ്റ്റിച്ച് ചെയ്ത് തരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവളുടെ പരാതി അങ്ങ് തീരട്ടെ വിചാരിച്ചു. അപ്പോൾ അവൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾക്കൊരു അടിപൊളി ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനൊരു ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് ആയിട്ട് ഞാൻ എടുക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു ഡബിൾ മുണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കും ലച്ചുവിനൊക്കെ വെള്ള ലൈനിങ്ങിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ ഞാനിതുപോലെ മുണ്ടിൽ നിന്നാണ് എടുക്കാറ്. ഞാനത് കാശ് കൊടുത്തിട്ട് വേറെ വാങ്ങിക്കാറില്ല. കാരണം അച്ഛനൊക്കെ ഉപയോഗിക്കാതിരിക്കണ കുറേ മുണ്ടുകളുണ്ട്. അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു പീസ് ഉണ്ട് കയ്യിൽ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ ലച്ചുവിൻ്റെ ഈ ടോപ്പിന് ലൈനിങ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പുറത്താർക്കെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഇതുപോലെ ചെയ്യില്ല കേട്ടോ. നമ്മൾ കടയിൽ പോയിട്ട് ലൈനിങ് വാങ്ങിക്കുക ചെയ്യാറ്. അപ്പോൾ ഞാനിതിൽ മെഷർമെൻറ്റ്സൊക്കെ ഇതിൽ ആദ്യം ലൈനിങ്ങിൽ മാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ലൈനിങ്ങിന് എടുത്ത ആ ഒരു തുണി ഒന്ന് അയൺ ചെയ്തെടുത്തു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ചുളിവുള്ളത് കൊണ്ട് നമ്മുടെ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് അതിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അയൺ ചെയ്തെടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബോഡി പാർട്ടാണ് കേട്ടോ എടുത്തത്. ബോഡി പാർട്ടിന് മാത്രമാണ് ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബോഡി പാർട്ട് ഞാനൊരു 11 ഇഞ്ചാണ് എടുത്തത്. ഞാൻ തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ ഞാൻ എടുത്തത് 11 ഇഞ്ച്. അപ്പോൾ ഞാൻ അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അങ്ങനെ 11 ഇഞ്ചിൽ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് വരച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ നെക്ക് വിഡ്ത്താണ് എടുത്തത്. മോൾക്ക് ഞാനൊരു 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് നെക്ക് ലെങ്ത്തായിട്ട് ഞാനൊരു 4 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കായതുകൊണ്ട് 4 ഇഞ്ച് മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കാം. അപ്പോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നെക്കിനൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നെക്ക് വരയ്ക്കാൻ വേണ്ടി. പക്ഷേ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പിലൊന്നും നമ്മൾ നെക്ക് വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വേറെ മോഡലുകൾ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷേ ഇതിൽ ഇങ്ങനെ തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോൾഡറാണ്. ഷോൾഡർ ഞാനൊരു 6 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്തേക്ക് ഞാനൊരു 7 ഇഞ്ച് ഞാനിതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് കൊടുക്കാം. ചെസ്റ്റ് റൗണ്ട് ഞാനൊരു 9 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൂസിൽ കിടന്നോട്ടെ, ഇനി അഥവാ അവൾക്ക് കറക്റ്റ് ആയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാനൊരു 9 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ട് ആയിട്ട് ഞാനൊരു 8 ഇഞ്ചും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 9 നിന്ന് 8ലേക്ക് ഇതുപോലൊരു വര വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് കഴുത്താണ് നമ്മൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കഴുത്ത് നമ്മളൊന്നും ചെയ്യാനില്ല. നമ്മളിതാ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് 9 എടുത്തില്ലേ, അവിടേക്ക് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ക്രോസ് ലൈൻ അങ്ങോട്ട് വരച്ച് കൊടുക്കുക. നമ്മുടെ നെക്ക് റെഡിയായി. അപ്പോൾ ഇത് വരച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി നെക്കിന് കുറച്ച് ഇറക്കം കൂടുതലുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഇച്ചിരി കൂടെ അങ്ങ് കയറ്റി വരച്ചു കേട്ടോ നെക്ക്. പിന്നെ ഫ്രണ്ടിൽ ഞാൻ ചെറിയൊരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കർവ് പോലെ. കാരണം അവൾക്ക് ഇങ്ങനെ കറക്റ്റ് ചതുരത്തിൽ നിൽക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഈ ചതുരത്തിലുള്ള കഴുത്തൊക്കെ തയ്ച്ചു കൊടുത്തിട്ടുള്ള ഡ്രസ്സുകളുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവൾ ഇടുകയില്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഞാനൊരു കർവ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. ഇനി നമുക്കിത് നമ്മുടെ അക്കോബഡ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ 2 ഭാഗവും ഒരുപോലെ അങ്ങ് വെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ ചെറുതായിട്ട് ഇട്ടോ, ചെറിയ രീതിയിൽ അങ്ങ് മനസ്സിലാവുള്ളൂ, ചെറിയ രീതിയിലൊന്ന് ഇറക്കിയൊരു ചെറിയൊരു കർവ് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് തയ്ക്കണ ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതിലേക്ക് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് ഈ ഒരു വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ അതിനി ആ തുണിയും കൂടെ ഒന്ന് വെട്ടിയെടുക്കാം. ഈ ഒരു തുണി ഇപ്പോൾ കറക്റ്റ് 1.5 മീറ്റർ ഇല്ല കേട്ടോ. വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ അതിൽ നിന്ന് കുറച്ച് തുണി ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 1.5 മീറ്റർ ഇല്ല. അപ്പോൾ ഞാൻ വളരെ പിശുക്കിയിട്ട് വേണം ഈ ഒരു ടോപ്പ് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് തുണി തികയാതെ വന്നാൽ ഒരു പക്ഷേ ആ കടയിൽ പോയാൽ ഇതേപോലൊരു തുണി കിട്ടിക്കൊള്ളുന്നില്ല.
അപ്പം ഞാൻ എത്രയും നമ്മൾക്ക് പിശുക്കിയിട്ട് നമുക്ക് തുണി എടുക്കാൻ പറ്റും അങ്ങനെ നോക്കുകയാണ് ഞാൻ, എങ്ങനെയൊക്കെ ഇട്ടാലാണ് നമുക്ക് തുണി അത്രയും കിട്ടുക എന്നുള്ളതൊക്കെ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ തുണി കട്ട് ചെയ്യാൻ വേണ്ടി തോന്നണില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, അതെന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഞാനൊരു വിധത്തിലൊക്കെ തുണി മടക്കിയിട്ടു. ഏറ്റവും തുണി നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ ഞാൻ തുണി ഇതുപോലെ മടക്കിയിട്ടിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടേക്ക് ആദ്യം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നുള്ളതൊക്കെ നമ്മുടെ ഓരോരുത്തർ ഇഷ്ടം പോലെ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടേക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ, നമ്മുടെ നെക്ക് വിഡ്ത്ത് എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി. അപ്പം ഞാൻ നെക്ക് വിഡ്ത്ത് എടുത്തത് ഒരു 4 ആയിരുന്നു. അപ്പോൾ 4ൻ്റെ ഇരട്ടി 8 എടുത്തു. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടെ ചേർത്തിട്ട് 10 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളവിടെ 10 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ നമ്മുടെ ബോഡി പാർട്ട്, അത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ക്രോസ് ലൈൻ ഒന്ന് വരച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമുക്ക് അതുപോലെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നും. ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി എടുക്കുക. എന്നിട്ട് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. വലിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4.5 ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ എത്രയോ ഒരു 5ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. സ്ലീവ് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് 2 സ്ലീവല്ലേ ഇപ്പോൾ ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചതിന് ഇതുപോലെ അങ്ങ് നിവർത്തി കൊടുക്കുക. ഇപ്പോൾ ഇതൊരു W പോലെ തോന്നുന്നുണ്ടല്ലേ, W പോലെ തോന്നുന്നില്ലേ? ഇനി നടുക്കിൽ ഇതിന് കറക്റ്റായിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇടുന്നു. കറക്റ്റ് സെൻറ്ററിൽ നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സ്ലീവും സെപ്പറേറ്റ് ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രധാനപ്പെട്ട കട്ടിങ് എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് താഴത്ത് ഇച്ചിരി ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് മറ്റു തുണി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക, അത്രേ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കട്ടിങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് കാര്യപരിപാടിയിലേക്ക് അങ്ങ് കടക്കാം. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യല്ലേ. അപ്പോൾ ആദ്യം നെക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ നല്ല തുണിയുടെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് ഇട്ട് കൊടുക്കുക. ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ആ നെക്ക് എവിടെയാണോ വരുന്നത് അത് ഒന്നങ്ങോട്ട് തയ്ച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ നെക്കിൻ്റെ പരിപാടി. ഇത് വേണമെങ്കിൽ ലൈനിങ് നമുക്ക് മൊത്തം അങ്ങ് കവർ ചെയ്തിട്ട് അങ്ങ് അകമ്പുറം മറിച്ചെടുക്കുക എന്ന് പറയില്ലേ, അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് വരും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ എനിക്ക് പണി കിട്ടാറുണ്ട്. കാരണം ഈ തുണി ഇങ്ങനെ പൊന്തി നിൽക്കും, കറക്റ്റ് അങ്ങനെ ശരിക്കും പോലെ കിട്ടാറില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇത് ലൈനിങ് വെച്ചിട്ട് തയ്ച്ചു കൊടുത്തതിന് ശേഷം ലൈനിങ് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പതിച്ചടിക്കുന്ന കൂടെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ലൈനിങ് ഒന്ന് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 4 വശത്തു കൂടെ ഒന്ന് ബാക്കി ബാലൻസ് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഫ്രണ്ട് നെക്കിൽ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വൈറ്റ് മെറ്റീരിയലിൽ വൈറ്റ് കളർ ലേസ് തന്നെ വെച്ച് കൊടുത്താൽ അതിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എനിക്കെന്തോ ഈ ലേസിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ വാങ്ങിക്കുമ്പോൾ അത് എന്തിൽ വെക്കണം എന്നൊന്നൊരു ചിന്തയില്ല, അത് ഈ ലേസിൻ്റെ ഭംഗി കണ്ടിട്ട് അങ്ങ് മേടിച്ചു പോയതാണ്. കാരണം നല്ല വെള്ള കളറ്, നല്ല അതൊരു നെറ്റ് മെറ്റീരിയലാണ് ഈ ലേസ് വരുന്നത് കേട്ടോ. നല്ല എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. അതുകൊണ്ട് അങ്ങ് 1 മീറ്റർ വാങ്ങിച്ചു. 1 മീറ്ററിന് 15 രൂപയായിരുന്നു. എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക, കാരണം ചിലത് ഭംഗി കാണുമ്പോൾ നമ്മൾ പിന്നീട് അത് ആവശ്യം വരുമ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ അങ്ങ് വാങ്ങിച്ചു പോയതാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇതിലങ്ങനെ വെക്കാം. ഇനിയിപ്പോൾ നെക്കിൻ്റെ ഡിസൈൻ ഇനി ഒന്നുകൂടെ ആർഭാടായിക്കോട്ടെ, അപ്പോൾ അവൾക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങ് വെച്ച് പോയതാണ്. പക്ഷേ വൈറ്റിൽ തന്നെ വൈറ്റ് കളർ വെച്ചപ്പോൾ കുഴപ്പമില്ലല്ലേ, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ നെക്ക് ഒക്കെ തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ഫൈനൽ റിസൾട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കിനി ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ബാക്കിൽ ലേസൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ പരിപാടി നോക്കാം. നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് സൈഡ് ചെയ്തതുപോലെ തന്നെയാണല്ലോ, അതിൽ ലേസ് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് പിന്നീട് അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത്. അപ്പോൾ നമ്മൾക്കിനി സ്ലീവിൻ്റെ പരിപാടി നോക്കാം. സ്ലീവ് തയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ നെക്ക് ലെങ്ത്ത് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുക. അപ്പോൾ മടക്കി തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ലോണം അങ്ങനെ കുഞ്ഞതായിട്ട് മടക്കി തയ്ക്കരുത്. കാരണം നമുക്ക് ഈ മടക്കി തയ്ച്ചതിൻ്റെ ഈ ഒരു ഹോൾ ഉണ്ടാവില്ല, അതിനുള്ളിലൂടെ നമുക്കൊരു എലാസ്റ്റിക്
അലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ വീതി കുറഞ്ഞ അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ പാകത്തിനുള്ള വീതിയിൽ വേണം മടക്കി തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്ക് ലെങ്ത്ത് 4 എടുത്തത്. അപ്പോൾ 4ൻ്റെ ഇരട്ടി 8. ആ 8ന്ന് നമ്മൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മൾ ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ എലാസ്റ്റിക് മെഷർമെൻറ്റ് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ, കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 6.5 7 അത്രയൊക്കെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. കറക്റ്റ് 8 തന്നെ എടുത്തിട്ട് വെച്ചാൽ നമുക്കത് ലൂസാവും. അപ്പോൾ ഒരു 1.5 ഇഞ്ചെങ്കിലും കുറച്ചിട്ട് നമ്മൾ എടുത്തു കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്കിനി ഇതുപോലെ നമുക്കൊരു സൂചിപ്പിന് ഉപയോഗിച്ചിട്ട് നമ്മുടെ എലാസ്റ്റിക് ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് ലാസ്റ്റ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് അപ്പോൾ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് പണി പാളും. അപ്പോൾ ഇനി ഇതിട്ട് കൊടുത്തിട്ട് ഇനി പുറത്തേക്ക് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സ്ലീവിലും നമ്മുടെ നെക്ക് ലെങ്ത്ത് വരുന്ന ഭാഗത്ത് മടക്കി അടിച്ചിട്ട് അതിനുള്ളിലൂടെ നമ്മൾക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് ഈ ഒരു സ്ലീവ് നമ്മളിപ്പോൾ എലാസ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തല്ലോ, ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല ഭാഗം ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടില്ലേ, അപ്പോൾ അവിടെയാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ എലാസ്റ്റിക് വരുന്ന ഭാഗം നമ്മുടെ നെക്ക് ലെങ്ത്തായിട്ട് കണക്കാക്കുക. എന്നിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ സ്ലീവ് അവിടെ നമ്മുടെ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ 2 സ്ലീവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് വെച്ച് കൊടുത്തതിൻ്റെ റിസൾട്ട് ഇതേ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ സ്ലീവിൻ്റെ അവിടെ ഞാനൊരു പട്ട വെച്ചിട്ട് തയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾക്ക് എലാസ്റ്റിക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയും കൂടി അങ്ങോട്ട് എലാസ്റ്റിക് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അലാസ്റ്റിക് വെച്ചില്ല, അതേപോലെ തന്നെ ഇവിടെയും സ്ലീവ് റൗണ്ട് ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ട് അതിനുള്ളിലൂടെ അലാസ്റ്റിക് ഇട്ട് കൊടുക്കുക ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ അവിടെയും അലാസ്റ്റിക് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇതിൻ്റെ താഴ്വശത്ത് കുറച്ച് ഞെറിവുകൾ ഇട്ട് കൊടുക്കുക, അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബാലൻസ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ തുണിയില്ലേ, അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കറക്റ്റായിട്ട് നമ്മൾക്ക് അതിൻ്റെ ലെങ്ത്ത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പട്ടുപാടിക്കൊക്കെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന പോലെയല്ല പ്ലീറ്റ്സ് എടുത്തിരിക്കുന്നത്. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ആ ഒരു മെറ്റീരിയലിന് ഇതുപോലെ ഒരു തയ്യൽ അങ്ങ് വെറുതെ ഫ്രീ ആയിട്ട് വലിയ സ്റ്റിച്ചിൽ അങ്ങോട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അറ്റത്ത് വരുന്ന ആ ഒരു നൂലുണ്ടാവുമല്ലോ, അതിങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചിട്ട് പതിയെ വലിക്കണം കേട്ടോ. വലിച്ചിട്ട് അപ്പോൾ ചെറിയ ഞെറിവുകൾ വരും. ഇനി ആ ഒരു ഞെറിവിനെ നമ്മുടെ ബോഡി പാർട്ടിൽ വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാട്ടോ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തത്. അല്ലാതെ പട്ടുപാവാടയ്ക്ക് ഇങ്ങനെ ഞെറിവ് ഇട്ട് കൊടുക്കില്ലേ നമ്മൾ, അതുപോലെയല്ല. ഇപ്പോൾ അതേ നമ്മൾ ബോഡി പാർട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഞെറിവൊക്കെ, എന്നിട്ട് ഒരു ഭാഗം ഞാൻ ഷേപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അടിഭാഗം അങ്ങോട്ട് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇപ്പോൾ സ്കൂളിൽ വരാറായി തുടങ്ങിയിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നത് ഇട്ട് കാണുന്ന വരെ നമുക്ക് ഭയങ്കര ഭയങ്കര ക്യൂരിയോസിറ്റി ആവുമല്ലോ, എങ്ങനെ ഉണ്ടായിരിക്കും, അവർക്കത് ഇഷ്ടപ്പെടുമോ. എന്തായാലും ലച്ചുന് നല്ല സന്തോഷമാവും, അവൾക്ക് ഈ ഒരു മെറ്റീരിയൽ നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവളോട് ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ്, നിനക്കെല്ലാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം അവളിത് കാണുമ്പോൾ എന്തായാലും ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതേ ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണേ.